ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മടുക്കാത്ത അടിപൊളി ടേസ്റ്റുള്ള മടക്കട തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സാധാരണ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്ന പോലെ കുറച്ച് പൊടി വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കര ഒഴിച്ച് അതിലേക്ക് 2 വലിയ ശർക്കരയും ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു വലിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ശർക്കര പാനിയായി വരുന്നിടക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക്, 2 ഏലക്കായ, പിന്നെ ഒരു 2 നുള്ള് പഞ്ചസാര, 2 നുള്ള് നല്ല ജീരകം. അപ്പം 2 നുള്ള് എന്ന് പറയുന്നത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപ്പൊക്കെ എടുക്കണ പോലെ 2 വിരലുകൊണ്ട് 2 നുള്ളായിട്ട് എടുത്താൽ മതി. ഇനി ഇതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി പാനിയായി വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഏലക്കായുടെ തൊലി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ മാറ്റിയിടുന്നുണ്ട്. ഇനി ശർക്കര പാനി ഒന്ന് ഉരുക്കിയിട്ട് നമുക്ക് കല്ലുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വീണ്ടും ആ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഏലക്കായുടെ മിശ്രിതം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 വലിയ ചുവന്നുള്ളി, അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 3-4 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഈ ശർക്കരപ്പാനിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ മധുരം ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എങ്കിൽ ഒരു ഏകദേശം ഒരു പച്ചവെള്ളമൊക്കെ നമ്മൾ മിക്സാക്കിയ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ഉപ്പ് ചേർക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ശർക്കരയുടെ പാനിയിൽ കിടന്നിട്ട് ഈ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോവൊന്നും വേണ്ട. നമ്മുടെ ഈ ശർക്കര പാനി തേങ്ങയിൽ കിടന്ന് നന്നായി ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി കേട്ടോ. നമുക്ക് അവിൽ ഉണ്ടെങ്കിൽ കുറച്ച് അവിലും കൂടെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പഴം, ചെറുപഴം, ആ പഴം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ഉരുളകൾ എടുത്തിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പരത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആവി കൊള്ളിക്കാൻ വെച്ചിട്ടുള്ള ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലാണ് അതിനെ ഓയിലാണ് ഞാനിവിടെ, വെളിച്ചെണ്ണ അല്ല, ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഒട്ടിപ്പിടിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് ഞാൻ ഒരല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ടീസ്പൂണ്, അതായത് നമ്മുടെ ആ പത്തിരിയുടെ ആ ഇത് ബേസിൽ കൊള്ളുന്ന പാകത്തിലുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ അടിയിലായാലും ഒരല്പം ഓയിൽ തടവിയിട്ട് നമ്മൾ ഈ ഫില്ലിങ് കയ്യിൽ വെച്ചിട്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ഈ അട പൊട്ടിപ്പോവില്ല. അതല്ലെങ്കിൽ ഇത് ആവി കയറി വരുന്ന സമയം നമ്മുടെ ഈ അട പൊട്ടിപ്പോവും. എണ്ണ കുറവുള്ള ഭാഗമാണ്, കണ്ടില്ലേ പൊട്ടിയിരിക്കുന്നത്. ബാക്കിയൊന്നും നമുക്ക് പൊട്ടാതെ എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വട്ടപാത്രത്തിലേക്ക് ഒരു അരിപ്പക്കലം ഇറക്കി വെച്ചിട്ട് ആ അരിപ്പക്കലത്തിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണേക്കാളും ഒന്നും കൂടെ നല്ലത് എനിക്ക് തോന്നുന്നത് ഓയിലാണ്. എന്നിട്ട് നമ്മുടെ അട അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ബാക്കിയുള്ളത് പരത്തി വെക്കാം. ടോട്ടലി ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഇതൊന്ന് ആവി കൊള്ളിച്ചെടുക്കാൻ വേണം. അപ്പോൾ 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ അട തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. കാരണം ഇതിൻ്റെ ഫില്ലിങ്ങിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് വെറും ഏലക്കായ മാത്രമല്ല, നല്ല ജീരകവും അതുപോലെ തന്നെ ചുക്കും കൂടെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ അടക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലിപ്പോൾ പിള്ളേരെന്നല്ല നമുക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ അടയ്ക്ക് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നിറച്ച് ഫില്ല് ചെയ്യുമ്പോഴും നമ്മുടെ അട ആവി വന്നിട്ട് വരുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ചൂടോടുകൂടെ നല്ല കട്ടൻ ചായയുടെ കൂടെ അതും നമ്മുടെ ഈ ഒരു മഴയത്ത് ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ചുക്കും നല്ല ജീരകവും ഏലക്കായും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ഫ്ലേവറിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വരുന്നതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.